കോടി രൂപ നഷ്ടപ്പെട്ടാൽ രാജാവ് മനുഷ്യനെ തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങയുടെ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ രാജാവെ തിരിച്ചെടുക്കാൻ കഴിയുന്നതാ. എന്നാൽ ഒരിക്കലും മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത 10,000-കണക്കിന് കുതിരപ്പടയാടുകളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കിട്ടുകൊണ്ട് തിരിച്ചു വലിച്ചു കൊണ്ടുവന്നാലും രാജാവ് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത നഷ്ടപ്പെട്ടവരാണ് ഏറ്റവും നിലപിടിപ്പുള്ള വശേതെന്നറിയുമോ? ആ രാജാവിനോട് പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, അതൊരു മനുഷ്യന് രൂപം കൊടുത്തിരിക്കുന്ന സമയമാണ്, അതൊരു മനുഷ്യന്റെ ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്ന സമയമാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് മനോഹരമായ ഈ തീരത്തേക്ക് വന്നിരിക്കുന്നവരെ അഭിഷാദിതാക്കളുടെ സമയമുണ്ടല്ലോ, നിങ്ങളുടെ സമയമുണ്ടല്ലോ. ഇന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും അതിന് നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. ലോകത്തല്ലാതെ പടച്ചതമ്പുരാ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമയം, ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് പറയുന്നവന്റെ സമയമാണ്. ലോകത്തെ ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ 1427 അവസ്ഥ എന്തായിരുന്നു? ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വളർച്ച കണ്ടിട്ട് അമേരിക്ക തോറ്റുപോകണമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബുകൾ വർഷിപ്പിച്ചു പോയപ്പോ ജപ്പാനിലെ സാമ്പത്തിക ശ്രേണി മുഴുവനും തകർന്നു പോകുകയാ. ജപ്പാനിലെ വിദ്യാരാക്ഷസന്മാർ മുഴുവനും ചത്തൊടുങ്ങുകയാ. എല്ലാ സാമ്പത്തിക ഭദ്രതയുടെ കവാടങ്ങളും തകർത്തെറിഞ്ഞ് പരിപ്പണമായി പോയപ്പോ ജപ്പാനിലെ പണ്ഡിതന്മാരാ ആൺകുട്ടികളെ പോലെ നെഞ്ചുതിരിച്ചു നിൽക്കുകയാ. ജപ്പാനിലെ ശാസ്ത്രീയ ലോകത്ത് മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. അവരോട് ആ പണ്ഡിതന്മാര് പറഞ്ഞത്, ദൈവം നമുക്ക് തന്ന സമ്പാദ്യം പോകട്ടെ, നമ്മൾ ഇന്നുവരെ കണ്ടുപിടിച്ചു വെച്ചിരുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും നഷ്ടപ്പെട്ടു പോകട്ടെ, പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് പറയുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഇനി ഒരു സെക്കൻഡ് ഒരാൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്ത് പാഴാക്കി കളഞ്ഞാൽ ആ മനുഷ്യൻ പാഴാക്കുന്നത് 1000 വർഷത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ജപ്പാനിലെ ബുദ്ധിരാക്ഷസന്മാര് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്തിന്റെ നമ്പർ കണ്ടുപിടുത്തത്തിന്റെ പുരോഗതിയുടെ പരിധിയിലേക്ക് എത്തിക്കാൻ ഇന്ന് മുതൽ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് ജപ്പാനിലെ പണ്ഡിതന്മാർ ആഹ്വാനം നടത്തിയപ്പോ ഒരു സെക്കൻഡ് പാഴാക്കാതെ ജപ്പാനിന്റെ തിരുവോരങ്ങൾ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാ. എന്തിനേറെ അന്ന് അമേരിക്ക ഭയപ്പെട്ടതിനേക്കാൾ ഏറ്റവും വലിയ ഭയപ്പാടിലേക്ക് ഇന്ന് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയേക്കാൾ പുരോഗതിയിലെത്തുകയാണ്. ചുരുക്കത്തിൽ ഇവിടെ വരെ പുരോഗതിയെത്തിയെന്നറിയോ? എന്തിനേറെ തിരുവനന്തപുരം ജില്ലയുടെ ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ല എന്ന തെക്ക് ഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിയാൽ അതിന്റെ പിന്നിൽ മൈഡിയൻ ജപ്പാൻ എന്ന് എഴുതി വെച്ചിരുന്നാൽ അഭിമാനത്തോട് ഇത് ഒറിജിനലാണ്, ഇത് പാടാവുന്നതല്ല എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ജപ്പാനിന്റെ ബുദ്ധിവൈഭവം വളർന്നു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊള്ളുക. ഇന്ന് അവസാനം ജപ്പാൻ കണ്ടുപിടിച്ചിരിക്കുന്നതെന്താ? 1000 നിലകളുള്ള കൊട്ടാരം പണിഞ്ഞാൽ ഒരു ഭൂമി വെളിച്ചത്തിലും ഒരു പേമാരിയിലും അത് തകർന്നു പോകില്ല. കൊടുങ്കാറ്റത്ത് ഊഞ്ഞാല് പോലെ ആടുന്ന കൊട്ടാരങ്ങൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യമിതാ കണ്ടുപിടിക്കാൻ പോവുകയാ. കൊടുങ്കാറ്റിൽ വീഴാതെ മറിയാതെ ആടുന്ന കൊട്ടാരങ്ങളെ ജപ്പാൻ എന്ന രാജ്യം കണ്ടുപിടിക്കാൻ പോകുന്നു. സമയം ഒരു പരിധിവരെ സർവ്വതും നഷ്ടപ്പെടുത്തിയപ്പോൾ ഇനി സമയം പാഴാക്കാതിരുന്നാൽ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചെടുക്കാമെന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. മനുഷ്യന് അവന്റെ ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആയും കിട്ടുന്നുണ്ട്, അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപവും കിട്ടുന്നുണ്ട്. അവന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും. ഇപ്പൊ ഞാനിവിടെ ഇലാ ഹളറത്തി പറഞ്ഞ് ഫാത്തിഹ ഓതി തുടങ്ങുന്ന സമയം മുതൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടുന്നുണ്ട്, ഈ മജ്ലിസിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നവർക്ക് മാത്രം അത് കിട്ടുന്നുണ്ട്. നല്ല നെയ്യത്തോടെയാണെങ്കിൽ ഏറെ പ്രതിഫലങ്ങളാണ് കിട്ടുക. മലക്കുകളുടെ ഒരു ദുആ, നമ്മുടെ ഇടത്തും വലത്തും അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സമയം വിലവെടുത്തത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനും അവന്റെ ദിക്ർ പറയാനും അവന്റെ ഖുർആൻ ഓതുവാനും അവന് വേണ്ടി സ്വർഗത്തിന്റെ മജ്‌ലിസിന്റെ വിട്ട് കോടിക്കണക്കിന് മാലാഖമാരോടൊപ്പം ഇരുന്നുകൊണ്ട് ഇൽമ ആസ്വദിക്കാനും സമയം വിലവെടുത്തവര് അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിന്റെ ഖബർസ്ഥാനിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുമ്പോ ഒരുപാട് നേട്ടമാണ് പ്രിയപ്പെട്ടവരെ നമുക്കവിടെ ലഭിക്കുക. എന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ എപ്പോഴും ശപിച്ചുകൊണ്ടിരിക്കുന്നതാര് എന്നറിയോ?
അള്ളാന്റെ മലകളെപ്പോഴും ശപിച്ചുകൊണ്ടിരിക്കുന്നതാര് എന്നറിയോ? ലോകത്തല്ലാഹു കുടിക്കരുതെന്ന് പറയുന്ന മദ്യമുണ്ടല്ലോ, ആ മദ്യം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കുടിക്കാൻ തുടങ്ങിയാൽ അവൻ നാളെ കള്ളു കുടിക്കണമെന്ന് തീരുമാനിച്ചാൽ, എന്നിട്ട് കൂട്ടുകാരുമൊത്ത് കള്ളു ഷാപ്പിലേക്ക് പോയാൽ അവന്റെ മനോഹരമായ കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്ത് ഡിസംബറിന്റെ മനോഹരമായ തണുപ്പുള്ള രാത്രിയിൽ ഇളം തന്നെ അടിച്ചു വീശുമ്പോ അവന്റെ കൂട്ടുകാരുമൊത്ത് കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്തിരുന്നുകൊണ്ട് ഒരു ക്ലാസ്സിലേക്ക് കുപ്പിയിൽ നിന്ന് മദ്യമെടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങിയ അവൻ തൗബ ചെയ്യുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവനെ ശപിക്കുന്നടാ, നീ നശിച്ചു പോകുമടാ, നീ നരകത്തിൽ പോകുമടാ, നിനക്ക് വല്ലാത്ത പരാജയമാണടാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പടച്ചതമ്പുരാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഇങ്ങനെയാണ് നിന്റെ സമയം ചിലവഴിച്ചതെന്ന് അല്ലാഹു ചോദിക്കുമ്പോ ആ സമയം മുഴുവൻ കള്ളു കുടിച്ചിട്ട് ശാപം വാങ്ങാ ചിലവഴിച്ചു പോയാ ഇങ്ങനെയാണ് പടച്ചോന്റെ കോടതിയിലേക്ക് നമ്മൾ എത്തുക. സഹോദരങ്ങളെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വേദനയോടെ പറയുകയാണ്, കഴിയുമെങ്കിൽ മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു ഹിദായത്തിന്റെ ഒരു അണുവളവെങ്കിലും നിന്റെ മാനസാന്തരത്തിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം എന്റെ സഹോദരങ്ങളെ നിങ്ങളോട് പറയുകയാണ്. കണ്ണുകുടിച്ച ബോധമില്ലാതെ മാറിയ തള്ളുന്നു മക്കളെ ഉപദ്രവിക്കുന്ന കാപാലിക ഹൃദയത്തിന്റെ ഉടമകൾ ഈ മനോഹരമായ മജ്‌ലിസിൽ വെച്ച് ഉണ്ടാവുകയില്ല. എങ്കിലും അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ പഠിച്ചുകൊള്ളുക, അതിന്റെ ഭയാനകരമായ ആദാബിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. അല്ലാഹുവേ, ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ പിന്നാലെ നമ്മൾ കടന്നതെല്ലാം പാടില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, ഇന്നൊരു സിനിമ വിജയിച്ചാൽ കള്ളു കുടിക്കണം, ക്രിക്കറ്റ് വിജയിച്ചാൽ കള്ളു കുടിക്കണം, ഒരു വീട് വെക്കാൻ വസ്തു വാങ്ങിയാൽ കള്ളു കുടിക്കണം, വീടിന് കുറ്റിയടിക്കാൻ മേശിരി വന്നാൽ ആദ്യം മുതലാളി കുടിക്കും, പിന്നെ മേശിരി കുടിക്കും, കിണർ വെട്ടിയാൽ വെള്ളം കണ്ടാൽ സന്തോഷത്തോടെ കുടിക്കും, വെള്ളം കണ്ടില്ലെങ്കിൽ സങ്കടത്തോടെ കുടിക്കും. പ്രിയപ്പെട്ട ഭാര്യ കല്യാണം കഴിഞ്ഞ് കുറെ കാലമായി മക്കളില്ല, അവസാനം ഏതോ മജ്‌ലിസിന്റെ ദുആ കൊണ്ടൊരു കുഞ്ഞുണ്ടായ അന്ന് അവൻ മുഴുകുടിയനായി മാറി സന്തോഷം കൊണ്ട്. ഭാര്യ പ്രസവിച്ചത് ആണാണെങ്കിൽ 2 കുപ്പി, പെണ്ണാണെങ്കിൽ 1 കുപ്പി. സാധാരണ അക്കീകയുടെ കണക്കാണ് അങ്ങനെ പറയാ, 2 ആട് 1 ആടെന്നൊക്കെ. ഇത് അവൻ കണക്കാക്കുന്നത് അങ്ങനെയാണ്. ഇത് വെറും ഒരു തമാശയല്ല. നമുക്ക് എന്തുമാത്രം പിശാച് അതിന് താല്പര്യം തന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇന്ന് കേവലം ഒരു കള്ളുകുടി അതൊരു സ്റ്റാൻഡേർഡിന്റെ സിമ്പലായി മാറി. സഹോദരിമാര് ചോദിക്കൂലേ, നിന്റെ ഇക്ക കുടിക്കൂടി? എന്റെ ഇക്ക കുടിക്കൂല. പിന്നെ എന്താ ആണാന്ന് പറഞ്ഞ് നടക്കുക? അതൊക്കെ എന്റെ ഇക്ക അരിവായ പിന്നെ 4 കാലില്ല റാഹത്തായി ജീവിതം. ചില സഹോദരിമാര് പറയില്ലേ, അതവർക്കൊരു അഭിമാനമാണ്. ചില സഹോദരിമാർക്ക് ഭർത്താവ് കള്ളുകുടിച്ചാൽ പിന്നെ വളരെ സൈലന്റ് ആണ്, ആർക്കും ഒരു ശല്യമില്ല, ഉപദ്രവമില്ല, വന്ന് സുഖമായി കിടന്നുറങ്ങും. രാവിലെ എഴുന്നേക്കും, അങ്ങ് പോവും, വൈകുന്നേരം വരും, വെള്ളം അടിച്ചുകൊണ്ട് വരും, കിടന്നുറങ്ങില്ല. മക്കളെപ്പോഴും വാപ്പായ ബ്രേക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കോലത്തിലും ആ രൂപത്തിലുമുള്ള ജീവിതം ഇഷ്ടപ്പെടുന്ന സഹോദരിമാര് പോലുമുണ്ട്. ചിലപ്പോഴൊക്കെ ഈ സഹോദരിമാരും കുടിക്കലുമുണ്ട്. എങ്ങനെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ അത് സജീവമായി. പെരുന്നാൾ കള്ളുകുടിച്ചില്ലെങ്കിൽ എന്ത് പെരുന്നാളടാ, കള്ളുകുടിച്ചില്ലെങ്കിൽ എന്ത് ഓണം, കള്ളുകുടിച്ചില്ലെങ്കിൽ എന്ത് ക്രിസ്മസ്. പക്ഷെ ഇതൊക്കെ ആര് ചെയ്താലും എന്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിം സമുദായത്തിന് ആരോഗ്യവും ആഫിയത്തും അള്ളാഹു തന്ന എന്റെ പൊന്നാമന ചെറുപ്പക്കാരാ, ഒരിക്കലും നീ അതിനു വേണ്ടി മുതിരരുത്. നമ്മൾ തീരുമാനമെടുത്ത് ചങ്കുറപ്പോടെ ഒരു തീരുമാനമെടുത്താൽ അള്ളാഹുവിന്റെ ഉന്നതമായ നേട്ടങ്ങളാണ് അള്ളാഹു പടച്ചതം പോലെ നമുക്ക് തരാൻ പോകുന്നത്. ചെറിയ കാര്യമൊന്നും. അതുകൊണ്ട് റോഡിലുള്ള കള്ളുകുടിയന്മാരെ കുറിച്ച് മാത്രം ഉസ്താദ് പറയുന്നതെന്ന് ചിന്തിക്കേണ്ട. ചില മിടുക്കന്മാരൊക്കെ ഉണ്ട്, സ്റ്റാൻഡേർഡ് കുടിയന്മാർ. വീട്ടിൽ രാത്രി മക്കളൊക്കെ ഉറങ്ങുമ്പോൾ ഐഷ ആ സോഡ എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഐഷാത്ത സോഡ കൊണ്ടുവരും, ഐസ് ഇട്ട് കൊടുക്കും. അതിങ്ങനെ ഇരുന്ന് പിന്നെ കാന്റെ കൂടെ ടെറസിന്റെ മുകളിലിരിക്കും, ഇക്കൊരു രസത്തിന് വേണ്ടി അല്ലേ. അത് ഭർത്താവിന്റെ ജീവിതത്തിന്റെ, ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ പറഞ്ഞ് അങ്ങനെയാണ് വശീകരിച്ചു വെച്ചിരിക്കുക. എന്റെ ഭർത്താവിന് ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു ശാരീരികമായിട്ടൊരു സന്തോഷമുള്ളൂ. എനിക്ക് നീയല്ലേ ഉള്ളൂ, ആരെടുത്തും നീ പറയരുത്, എന്റെ കച്ചയല്ലേ, കച്ചി ഇഷ്ടംപോലെ വിളിച്ചോളൂ, ആര് പറയും, ഞാനല്ലേ ഉള്ളൂ, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭാര്യ ലോകത്തൊരാളോടും പറയാതെ ഭർത്താവിന് വളം വെച്ചു കൊടുക്കുകയാണ്. അപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഇത് ദുനിയാവ് മാത്രമാണ്, ഇത് ചതിയുടെ ലോകമാണ്, ഇത് വഞ്ചനയുടെ ലോകമാണ്. അത് ഒരിക്കലും മറക്കല്ല ഉമ്മ.
ഒരിക്കലും മറക്കല്ല ഉമ്മ. ആരാണ് കള്ള് ഹറാമാക്കാൻ നബിയോട് വന്ന് പറഞ്ഞതെന്നറിയോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ എന്തേ നിനക്ക് ഉറക്കം വരികയാണ്? അച്ഛന്റെ പേര് പറയുമ്പോ ഉണരുന്നവര് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും പേര് പറയുമ്പോ ആവേശത്തോടെ കരുപിടി വീടുന്ന പുലിക്കുട്ടികളുടെ വീര്യവും വാശിയും കാണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ഉമർ റളിയല്ലാഹു അൻഹു എന്ന പേര് പറയാനുള്ള യോഗ്യത പോലും എന്റെ പ്രിയപ്പെട്ട ഇവരുടെ നമുക്കില്ലടാ. എന്നിട്ടെന്തേ ഒരു മൗനം നിങ്ങൾക്കുണ്ട്? ഇസ്ലാമിക ചരിത്രത്തിൽ അതിവേഗ ധീരത കാണിച്ചവത്തിന് നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ? റസൂലിന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് വിട്ടം കൊടുത്തുകൊണ്ട് അഷ്ഹദു ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ് എന്നൊരു ഷഹാദത്തിനെ പറഞ്ഞപ്പോ ആകാശം വിറച്ചോറ ഭൂമി വിറച്ചുപോറ മക്കവല്ലാതെ വിറങ്ങലിച്ചു പോയ ദിവസത്തിന്റെ ഉടമയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒന്നുകൂടി വിടങ്ങട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് നല്ല ആവേശത്തിൽ വരട്ടെ. നിങ്ങൾ ഉറങ്ങിയാൽ ഞാനും ക്ഷീണിച്ചു പോകും. പെട്ടെന്ന് നിർത്തിയിട്ട് ഞാനും എന്റെ പാട്ടിന് പോകും. ആവേശം വേണം ചെറുപ്പക്കാരാ. ഇവരക്കാരാ നമ്മുടെ മുന്നിലൂടെ മുള്ളിലൂടെ മൂർക്കമ്പാവിലൂടെ മുള്ളിലൂടെ കുപ്പിച്ചില്ലിലൂടെ മുറിയാരം നടന്നു പോയ കാൽപ്പാടത്തിന്റെ ഉടമകളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹു നമ്മുടെ തർബിയത്ത് സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ടവർ ഏറ്റവും വലിയ അറേബ്യയുടെ കള്ള് കമ്പനിയുടെ ഉടമസ്ഥനായി. ഏറ്റവും വലിയ കള്ള് കമ്പനിയുടെ ഉടമസ്ഥൻ. അല്ലാഹുവിന്റെ ദീനിൽ ആദ്യം കള്ള് ഹറാമല്ലായിരുന്നു. ചില ചെറുപ്പക്കാർ പറയും, ഓ പിന്നെ ആരളിയാ അത് ഹറാമാക്കിയത്? അത് ഹറാമായതുകൊണ്ടല്ലേ. നിങ്ങൾ വിചാരിച്ചെന്തെന്നറിയോ? ഈ പലരും വിചാരിക്കുന്നത് ഉസ്താദുമാർക്ക് ആ കള്ളിന്റെ എഫക്ട് അറിയില്ലേ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അറിയാത്തത് കൊണ്ടല്ല. അത് കുടിക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ അറിയാം. പക്ഷെ അത് ഹറാമാണ്. ഹറാമ് പിശാച് ഏതെങ്കിലും രീതിയിൽ സുഖവും രസവും തന്നെ സ്വീകരിക്കാൻ പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകാൻ പാടില്ല. അവന് പരാജയമാണ്. അതിന്റെ പിന്നാലെ പോയാൽ അവന് പരാജയം ഉറപ്പാണ്. അപ്പോ ആദ്യം ഹറാമല്ലായിരുന്നു. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി. കാരണം കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിന്നാൽ ഒരു വല്ലാത്തൊരവസ്ഥ. കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിന്നാൽ നിസ്കാരമാണ് ഏറ്റവും വലിയ ലഹരി ഒരു വിശ്വാസിക്ക്. അട്ടക്കുളങ്ങര പള്ളിയിൽ ഞാൻ 1.5 വർഷം 2.5 വർഷം ജോലി ചെയ്ത അട്ടക്കുളങ്ങര മുസ്ലിം ജമാഅത്തിൽ ഇപ്പോ ഒരു 17 ദിവസത്തിന് മുമ്പ് 34 or 35 വയസ്സുള്ള ഒരു സഹോദരൻ നിസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിന്റെ സുജൂദിൽ മരണപ്പെട്ടു. കുതിക്കണം ചെറുപ്പക്കാരാ. ബിവറേജിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്നവർക്ക് അത് കിട്ടുകയില്ല. പൂരപ്പറമ്പിൽ നിരങ്ങാൻ പോകുന്നവർക്ക് അത് കിട്ടുകയില്ല. ഉമ്മായെ ചവിട്ടിയിട്ട് താലി പൊട്ടിച്ച് തണയപ്പെടുത്തിയിട്ട് വ്യഭിചാരത്തിന് പോകുന്നവർക്ക് അത് കിട്ടുകയില്ല. നിസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിന്റെ സുജൂദിൽ പള്ളിയിൽ വന്നപ്പോൾ ജമാഅത്ത് കഴിഞ്ഞു. സുഹൃത്തുക്കൾ പറഞ്ഞു, എന്നാ നീ ഇമാമത്ത് നിൽക്കും, നമുക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അവൻ ഇമാമത്ത് നിന്നു. 2ാമത്തെ റക്അത്തിന്റെ സുജൂദിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ പിന്നെ എഴുന്നേറ്റില്ല. ആ അട്ടക്കുളങ്ങര പള്ളിക്ക് അകത്ത് കിടന്നു മരണപ്പെട്ടു. എന്തൊരു ഭാഗ്യമാണ് ഉദോടുകൂടി സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിയഹി പറഞ്ഞുകൊണ്ട് കിടന്നു മരിക്കാനുള്ള ഒരു അവസരം. അല്ലാഹുവേ, നല്ല മരണം ഞങ്ങൾക്ക് തരണമേ അല്ലാഹ്. എന്നാണ് ഞങ്ങളൊക്കെ മരിക്കുന്നതെന്നറിയില്ല. സുഹൃത്തുക്കൾ പറയലുണ്ട്, സാറേ നിങ്ങൾ അറിഞ്ഞു അയാൾ മരിച്ചിരിക്കുകയാണ്, ആ വീട്ടിലെ ഉമ്മ മരിച്ചിരിക്കുകയാണ്, ഈ വീട്ടിലെ ഇത്ത മരിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, നമ്മളൊക്കെ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. എപ്പോഴാണെങ്കിലും റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ സാധുക്കളാണ് ഞങ്ങളുടെ റൂഹ് പിടിക്കല്ല റബ്ബേ. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മദ്യം ഹലാലാകുന്ന കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഈ മദ്യം ഒരു വല്ലാത്ത അപകടം തന്നെയാണ് നബിയേ.
എനിക്ക് ആ മദ്യം നിരോധിച്ച 3 ഘട്ടങ്ങൾ നിങ്ങളോട് വിശദീകരിക്കണമെന്ന് താല്പര്യമില്ല. അത് വിശദീകരിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. മറിച്ച് ഞാൻ ആ ഘട്ടമൊന്ന് വെറുതെ പറഞ്ഞു പോകുകയാ. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു അവസാനം നിസ്കരിക്കുമ്പോ അന്തും സുഖാറാ, ലഹരി പിടിച്ചവരായിട്ട് നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നപ്പോ പിന്നെ കണ്ടുപിടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയാ. അത് വിടുന്ന ഉമറുകൾ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും മുത്തറസൂലിന്റെ ചാരത്ത് വരികയാ. യാ റസൂലല്ലാഹ്, പോര നബിയേ, ഒരിക്കൽ കൂടി ഒരു ശക്തമായ തീരുമാനം വേണം നബിയേ. കള്ളൊരുപാട് അപകടത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാ. കള്ള് സമാധാനത്തോടെ ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാ. ആ സമയത്താണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സുൻ മിൻ അമലി ശൈത്താൻ. അത് പിശാചിന്റെ കളിവിനോദമാണ്, അത് പിശാചിന്റെ പ്രക്രിയയിൽപ്പെട്ടതാണ്. അത് നിങ്ങൾ വിടുന്നുകൊള്ളുക എന്ന് അല്ലാഹു നിങ്ങൾക്ക് വിജയം കിട്ടുന്നതിന് അതിനെ നിങ്ങൾ വിടുന്നുകൊള്ളുക എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നപ്പോ അറേബ്യൻ രാജ്യത്ത് കള്ളു രാജാക്കന്മാർ എത്രയാ ഉണ്ടായിരുന്നത്. എല്ലാവരും തട്ടിക്കളഞ്ഞില്ലേ? കള്ളിന്റെ കോട്ടകപ്പലങ്ങളൊക്കെ അറേബ്യൻ മണ്ണിൽ തകർത്തിരുന്നില്ലേ? കള്ളിന്റെ അരുവികൾ ഇങ്ങനെ ഒഴുകിപ്പോയില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞത് പിന്നെ നമുക്കെന്തിനാ? മുത്തറസൂൽ ആവശ്യമില്ലെന്ന് പറഞ്ഞത് പിന്നെ നമുക്കെന്തിനാ? എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പൊട്ടിക്കടഞ്ഞു പോരാ സഹാബത്തിന്റെ അനുചരന്മാരെ. 30 ദിവസം റമളാനിന്റെ നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് പെരുന്നാളുകാരൻ കിടന്ന് കൂട്ടുകാരന്റെ കൂടെ ഊട്ടിയിലും കൊടൈക്കനാലും മൂവാലാണ്ടിലേക്ക് പോയിട്ട് റൂമെടുത്തിട്ട് കള്ളുകൊടുത്ത് പെരുന്നാൾ ആഘോഷിക്കുന്ന ചെറുപ്പക്കാരാ. കന്യാകുമാരിയിൽ 3 മാസം കൂടുമ്പോ എവിടെയെങ്കിലുമുള്ള ഒരു പേരിടിച്ച് പെണ്ണിനെയും കൊണ്ടുപോയി റൂമെടുത്തിട്ട് അതേ മദ്യവും മധുരാശിയുമാറി സമയം ചെലവഴിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ചെറുപ്പക്കാരാ, മോനെ കള്ള ചെറുതായി പോയോ, കബർ മറന്നുപോയോ, പരലോകം മറന്നുപോയോ? പേടിക്കണമടാ. അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ആരോഗ്യം നശിപ്പിച്ചാറുണ്ടല്ലോ, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ആശയത്തെ നശിപ്പിച്ചാറുണ്ടല്ലോ. അല്ലാഹു നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട. നിനക്ക് കൈ തന്നൊരു നീ ചോദിച്ചിട്ടല്ല, നിനക്ക് കാല് തന്നൊരു നീ ചോദിച്ചിട്ടല്ല. വാരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെടുന്ന 360 ഗ്രാം മാത്രം പാരമ്പര്യ ഹൃദയമുണ്ടല്ലോ. ഉമ്മായുടെ ഉദരത്തിനകത്ത് നിന്റെ ശരീരത്തിലേക്ക് ഫിറ്റ് ചെയ്തിരുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ അല്ലാഹുവിനോട് ചോദിച്ചത് കൊണ്ടല്ല, പടച്ചോന്റെ അനുഗ്രഹമല്ലേ. എന്നിട്ടാ പടച്ചോനെ മറന്നുകൊണ്ട് ആ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ചെറുപ്പക്കാരാ, ഖുർആൻ പറയുന്നത് പൂർണ്ണമായും നിങ്ങൾ അതിനെ വർദ്ധിക്കണം, വെടിയണമെന്നാണ്. ഈ ആയത്തിൽ കള്ളിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു. കള്ള്, ചൂതാട്ടം, അതായത് ചീട്ടുകളിയൊക്കെ ഉണ്ടല്ലോ. ചില സ്ഥലത്തൊക്കെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കണ ഉണ്ടാകുന്ന കൂട്ടപ്രാർത്ഥന നടക്കുകയാണ്. മരത്തിന്റെ ചൂട്ടിൽ വട്ടം കൂടി ചെവിയിൽ മറ്റേ സാധനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണ ഉണ്ടാക്കുന്നു. അല്ലോ എത്ര മുഖലിസീകളായ അല്ലേ. അടുത്തിരിക്കുമ്പോഴാ കിതാബ് മാറിയത് നമ്മൾ അറിയണം. അപ്പൊ ഇതുപോലെ ചൂതാട്ടവും ചീട്ടുകളിയും പന്തയം വെക്കലും ഇതൊക്കെ ഹറാമാണ് എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു ബിംബാരാധനയും നിങ്ങൾ വർദ്ധിക്കുക. ബിംബാരാധന എന്തിനാ? അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസികളെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. ബിംബാരാധന നടത്തുന്നവരെ വിശ്വസികളെന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. എന്തിനാ ഇവിടെ അങ്ങനെ പറഞ്ഞേ? ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് ബിംബാരാധനയെ കുറിച്ച് മാത്രം പറഞ്ഞപ്പോൾ ബിംബാരാധന എന്ന് പറയുന്ന ആ വൃത്തികളിൽ നിങ്ങൾ വർദ്ധിക്കണമെന്ന് ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു. ആ രിജിസിനെയാണ് ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രിജിസിനെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. റിജിസും മിൻ അമലി ശൈത്താൻ, അത് ശൈത്താന്റെ ഒരു ചതിയുള്ള ഒളിഞ്ഞു കിടക്കുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്ന് അല്ലാഹു പറഞ്ഞത്. കള്ളിനെയും ബിംബാരാധനയും അല്ലാഹു ഒരുപോലെ കണ്ടു.
കള്ളിനെയും ബിംബാരാധനയും അല്ലാഹു ഒരുപോലെ കണ്ടു എന്ന് മാത്രമല്ല ഉത്തറസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, കള്ളു കുടിക്കുന്നവൻ തൗബയില്ലാതെ മരിച്ചുപോയോ, കള്ളു കുടിക്കുന്നവൻ തൗബ ചെയ്യാതെ മരിച്ചുപോയോ. തൗബ എന്ന് പറഞ്ഞാൽ വെറുമൊരു അസ്തഗ്ഫിറുല്ലാഹൽ അലീമല്ല. അവൻ കുടിച്ചുപോലെ കള്ളിനേക്കാ കണ്ണീരവന്റെ കണ്ണിൽ നിന്ന് പൊട്ടിവിടുകയാണ്. ഇല്ല അല്ലാ, ഇല്ല അല്ലാ, ഇല്ല അല്ലാ, ഞാൻ കുടിക്കൂല റബ്ബേ, കുടിക്കൂല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പടച്ചവരോട് എഗ്രിമെന്റ് ചെയ്യുന്നത് വരെ, കരാറ് ചെയ്യുന്നത് വരെ, അതിന് മുമ്പ് അവൻ മരണപ്പെട്ടു പോയാൽ അവന് കൊടുക്കുന്ന ആരാധന എന്നറിയുമോ? ബിംബാരാധന നടത്തുന്ന കുഫാറുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ആരാധില്ലേ, ആ ആരാമാണ് പേര് മുസ്ലിമിന്റെ പേരിട്ടുകൊണ്ട് കള്ളുകൊടുത്തവര്. നിങ്ങൾക്ക് അല്ലാഹു തരുന്നതെന്ന് മുത്തറസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, കള്ളുകൊടുത്താൽ ആ കുടിച്ച് തൗബ ചെയ്യുന്നത് വരെ മലക്കുകളുടെ ശാപമാണ്. 15 വയസ്സിൽ കുടിച്ചവര് 60 വയസ്സ് വരെ നീ ജീവിച്ചിരിക്കുമ്പോ ഇത്രയും വർഷം നീ തൗബ ചെയ്യാറ് ജീവിച്ചു പോയാൽ ആ സമയം മുഴുവനും മലക്കുകളുടെ ശാപമാ നിനക്ക് കിട്ടുന്നതില്ല. ഒരു മനുഷ്യനും മരണപ്പെട്ട പള്ളിപ്പറമ്പിലേക്ക് പോയാൽ അവൻ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന പടച്ചുപോടെ കൊട്ടാരങ്ങളല്ലാതെ ഒന്നും അവന്റെ കബറിന്റെ കബർ കിട്ടുകയില്ലെന്ന് പണ്ഡിതന്മാര് പറയുകയാണ്. ഇവിടെ ചെയ്തതല്ലാതെ കബറിന്റെ കത്ത് ഇല്ല ഉമ്മ, ഇവിടെ ചെയ്തതല്ലാതെ കബറിന്റെ കത്ത് ഇല്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള സഹോദര, ഉസ്താദേ, ഞാൻ ഒരുപാട് കൊടുത്തിട്ടില്ല. അന്നപ്പോഴോ ഒരു ദിവസം എന്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ വേറെ സാധനമാണടാവെന്ന് കുടിച്ചു നോക്കടാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അരക്കാശ് വെച്ച് വന്നപ്പോ കുടിച്ചു പോകടാ. പൊന്നുമോനെ, അതിൽ നിന്ന് പൂർണ്ണമായി തൗബ ചെയ്യുന്നത് വരെ അള്ളാന്റെ ശാപം നിനക്കുണ്ടടാ. നിന്റെ നിസ്കാരം പിന്നെ സ്വീകരിക്കൂല, നിന്റെ ഇബാദത്തുകളൊന്നും സ്വീകരിക്കൂല. മരണപ്പെട്ട് പള്ളിപ്പറമ്പിലേക്ക് നിന്റെ വയ്യത്ത് കൊണ്ടുവെക്കുമ്പോ മരണത്തിന് മുമ്പ് ചെയ്തതല്ലാതെ ആ കബറിന്റെ അകത്ത് ഒന്നുമില്ല ഉമ്മ, ഒന്നുമില്ല ചെറുപ്പക്കാരാ. എത്രയോ സഹോദരിമാരുടെ നിന്ന് കരയുന്നുണ്ട്. ഉസ്താദേ, ഇന്ന് പ്രസംഗത്തിന് വന്നപ്പോൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെന്റെ മുഖത്തെടുത്തതാ കല്ലുപിടിച്ചു കൊണ്ടുവന്ന് ഇന്നില്ല എന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണമിട്ട് കാത്തിരിക്കുന്ന പാത്രമെടുത്ത് വലിച്ചെറിയുന്നതാ. എന്റെ മുടുക്കത്തിന് പിടിച്ചിട്ട് ചുവരിലേക്ക് എന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഉപദ്രവിക്കുന്നതാ. എന്റെ മക്കൾക്ക് വാപ്പയെന്ന് പറഞ്ഞാ പേടിയാ, എന്റെ മക്കൾക്ക് ഉപ്പ വരുന്നെന്ന് പറഞ്ഞാ ഭയമാണ്. അങ്ങനെ എത്രയോ കുടുംബിനികളുണ്ട്. ഒരു സമാധാനമുണ്ടോ മുസ്ലിമേ? ഒരു സ്വസ്ഥതയുണ്ടോ മുസ്ലിമേ? നിങ്ങൾ പലരും പറയുമല്ലോ, കണ്ണൂര് മനുഷ്യന് സമാധാനം കൊടുക്കുന്നതാ. ഒരു സമാധാനമുള്ളതോ ഇന്ന് വരെ കല്ല് പിടിച്ചിട്ട് സമാധാനം കിട്ടിയെന്ന് പറയുന്നവനാരാ? നടുറോഡിൽ കിടന്ന് പട്ടുമൂത്രമെടുക്കുന്ന വാതിരന്ന് കൊടുക്കുന്നവനെന്ത് സമാധാനമാ? പ്രിയപ്പെട്ട മാതാവിനെ പോലെ കാമുകിയായി കണ്ടിട്ട് മാനവം വെച്ചെടുക്കുന്നവനെന്ത് സമാധാനമാ? 2.5 വയസ്സുള്ള കുഞ്ഞിനെ ഉമ്മാടെ കയ്യിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് വേറെമില്ലാതെ കല്ല് പിടിച്ചിട്ട് പറിച്ചിട്ട് മാസത്തില് ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയിട്ട് അല്ലാഹുവേ കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന പിതാവിനെന്ത് സമാധാനമാണ്? സാധുവായി മുസ്ലിക്ക് മുസല്ലൂരിയെന്ന പൊട്ടിക്കറിയുന്ന പ്രിയപ്പെട്ട ഭാര്യ നടുവിലേക്ക് വീട്ടിട്ട് കിട്ടുന്ന കണ്ടുപിടിയെന്ത് സമാധാനമാ? ഓരോ അതിലൊരിക്കലും സമാധാനം കിട്ടുമെന്ന് കരുതണ്ട. അല്ലാഹുവിന്റെ റസൂല് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിലൊരുപാട് വിഷമുണ്ട് പോലെ, അതിലൊരുപാട് അപകടമുണ്ട് പോലെ. ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞത് നീ എന്ത് വിജയത്തിൽ കണ്ടുപിടിച്ചാലും അത് വേണമെന്ന് വാശി പിടിച്ചേ, അതിന്റെ ഒരുപാട് ഭവിഷ്യത്ത് നീ അനുഭവിക്കുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അമ്മാ മന്താ وآثر الحياة الدنيا فإن الجحيم هي المأوى. നിങ്ങളുടെ നസീഹത്തുകൾ കൊണ്ട്
കൊണ്ടൊന്നും ഞങ്ങൾ നന്നാകാൻ പോകുന്നില്ല. വേണ്ട മോനെ വേണ്ട. പക്ഷെ എന്റെ ഉത്തരവാദിത്വം ഞാൻ നിന്നോട് പാലിക്കുകയാണ്. എന്റെ ഉത്തരവാദിത്വം ഇവിടെ 2 മണിക്കൂർ കഴിയുമ്പോ തീരുകയാ. ഞാനിവിടെ നിറങ്ങിയിട്ട് എന്റെ വീട്ടിലേക്ക് പോകുമ്പോ കുഞ്ഞുമോനെ യാദർശികമായിട്ടെങ്കിലും ഇത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവര് അള്ളാഹുവോട് സമാധാനം പറയണവരോ ഒരിക്കലും നിനക്കൊടിഞ്ഞു മാറാൻ പറ്റൂല. ഇനി അതിലൊന്ന് ഞങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വഴിവെട്ടിപ്പോയവര് ഇന്നൽ ജഹീമഹിയൽ മഅ്വാ. നിന്റെ ശരീരം ആഗ്രഹിക്കുന്നത് കള്ളാണെങ്കിൽ കൊടുത്തുകൊള്ളുക. നിന്റെ ശരീരം ആഗ്രഹിക്കുന്നത് പെണ്ണാണെങ്കിൽ കൊടുത്തുകൊള്ളുക. നിന്റെ ശരീരം ആഗ്രഹിക്കുന്നത് എന്ത് തെമ്മാടിത്തരമാണെങ്കിൽ കൊടുത്തുകൊള്ളുക. അല്ലാഹുവേ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണമേ അല്ലാ. അതിന് ഏറ്റവും അധികം ഈ ഹറാമിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് കാരണം നമ്മുടെ കൂട്ടുകെട്ടാണ്. നിങ്ങൾ ഇവിടെ വന്നത് പല സൈസ് കൂട്ടുകാരാണല്ലോ. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ കൂട്ടുകാരുടെ സംസാരം അതാണ് നിങ്ങളുടെ കൂട്ടുകാരൻ നല്ലതാണോ ചീത്തയാണെന്ന് എപ്പോഴറിയാം. ബൈക്കിൽ കയറി മുമ്പോട്ട് പോകുമ്പോ ഫ്രണ്ടിൽ ഇരിക്കണം ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു അറിയാം ബാക്കി വരെ പ്രസംഗം. പിന്നെ അയാൾ പോടോ കേരളത്തിൽ മൊത്തം കള്ളുകൂടി അങ്ങനെ പോടെ എടുത്തുകൊണ്ട് ഇതൊക്കെ സുഖമില്ലാതെ ചുമ്മാ 2 മണിക്കൂർ അയാൾക്ക് എന്തെങ്കിലും പറയണം. അങ്ങനെ യവനാണ് വർഷക്കേട്. ഇപ്പൊ പറഞ്ഞില്ലേ സുബ്ഹാനല്ലാഹ് ഇവൻ കള്ള് കണ്ടുപിടിച്ചല്ല വാപ്പായ. കാരണം പിശാച് അവനോടൊപ്പമാണ്. അങ്ങനെ ഒരു കൂട്ടുകാരന്റെ കൂടെയാണ് നിങ്ങൾ പ്രസംഗത്തിന് വന്നതെങ്കിൽ നിന്റെ കാര്യം പോക്കാം. ഇനി ഒരുപക്ഷെ അവനെ നന്നാക്കാനുള്ള നിയത്തിലാണ് വന്നതെങ്കിൽ ഒരുപക്ഷെ അവൻ നന്നാവും. നീ കൂടി കുടിയനാവരുത്. അത് സൂക്ഷിക്കണം. മറ്റൊരു കൂട്ടുകാരൻ പറയുന്നു ശരിയാണടാ അത് പറഞ്ഞത് ശരിയാ. എത്ര കോടിക്കണക്കിന് രൂപയാ പോയത്. എത്ര ലക്ഷക്കണക്കിന് കുടുംബ ബന്ധങ്ങളാ തകർന്നടിഞ്ഞത്. പറഞ്ഞത് വെറുതെയില്ല. നമ്മളും പലപ്പോഴും അതിനടിച്ചായി പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടുകാരനാണുള്ളതെങ്കിൽ നീ ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടും. അങ്ങനെയുള്ള കൂട്ടുകാരാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള കൂട്ടുകാരാണ് നമുക്ക് ആവശ്യം. കൂട്ടുകെട്ട് നിയന്ത്രണം വന്നാൽ ആണയിട്ടുകൊണ്ട് ഞാൻ പറയുന്നു നമുക്ക് അൽഹംദുലില്ലാഹ് ഈ കല്ലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കൂട്ടുകെട്ടിൽ നിയന്ത്രണം വന്നില്ലെങ്കിൽ ഏത് മൊയ്ലിയാരെ മോനാണെങ്കിലും ശരി, ഏത് വലിയ കുടുംബത്തെ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിലും ശരി, അവൻ ഒളിഞ്ഞും തെളിഞ്ഞും കുളിക്കുമെന്നുള്ളത് 101% ഉറപ്പാണ്. കൂട്ടുകെട്ട് ക്ലിയർ ആക്കിയാൽ ഞാൻ പറയുന്നത് രക്ഷപ്പെടാം. ഉറപ്പായി നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ അൽമർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ സ്വഭാവത്തിലാണ്. നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ ആരാണെന്റെ കൂട്ടുകാരൻ, ആരാണെന്റെ കൂട്ടുകാരൻ എന്ന് നോക്കിക്കൊള്ളട്ടെ. ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് പ്രസംഗത്തിന് വന്ന ചുറുചുറുക്കുള്ള അല്ലാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, ആരാ നിന്റെ കൂട്ടുകാരനെന്ന് ചിന്തിച്ചു നോക്കുക. ആരാ നിന്റെ സഹപാഠി എന്ന് ചിന്തിച്ചു നോക്കുക. നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ. നിന്റെ കൂട്ടുകാരൻ ആരെന്ന് ഗൗരവത്തോടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നല്ല നല്ല കൂട്ടുകാരില്ലെങ്കിൽ ലാലൈത്തനീലം അത്തഹദ് ഫുലാനൻ ഖലീല. നീതിപീഠത്തിന്റെ പരമോന്നതമായ പടത്തരമ്പുരാന്റെ നീതിപീഠത്തിന് മുന്നിൽ നിന്ന് പൊട്ടിക്കറിയുന്ന സമ്പുപെടുത്ത മനോഹരമായ മത്സരാവൻസഭയില്ലേ. വിശ്വാസികൾക്ക് സ്വർഗം കിട്ടുന്നവർക്ക് മനോഹരവും മറ്റുള്ളവർക്ക് ഏറ്റവും വലിയ ഭവിഷ്യത്തുമാകുന്ന പരലോകത്തിന്റെ തിരുമുറ്റത്തിൽ നിന്നുകൊണ്ട് ആ കൂട്ടുകാർ പറയുന്നതെന്താ? എത്രയോ പ്രസംഗം കേട്ട് നന്നായാമോ എന്നെ സമ്മതിക്കാത്ത എന്റെ കൂട്ടുകാരുണ്ടല്ലോ. ഹറാമിൽ നിന്ന് വ്യഭിചാരത്തിൽ നിന്ന് മോശത്തരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചിന്തിച്ചപ്പോ അതിലേക്കൊന്ന് കയറേതി വിട്ടവരെ എന്റെ കൂട്ടുകാരുണ്ടല്ലോ. നമ്മത്തഹദ് ഫുലാനെന്ന് ഖലീല. പടച്ചവരെ അവനെന്റെ കൂട്ടല്ല എന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുവായിരുന്നുവല്ല. പരലോകത്ത് സ്വന്തം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ണു വാങ്ങിത്തന്നവനില്ല, വിപരീതന് കൂട്ടുകുന്നവനില്ല, ലോകത്ത് കയ്യിട്ടുകൊണ്ട് വസാദ് പറഞ്ഞവരില്ല, ഈപത്ത് പറഞ്ഞവരില്ല, ഹറാമിന് പോയവരില്ല, വഞ്ചനയ്ക്കും മോഷണത്തിനും കൂട്ടുനിന്നവരില്ല. സ്വന്തം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന മത്സരയില് എന്റെ മഞ്ഞവരയിലെ കൂട്ടുകാരാ ഒരാൾക്കും പറയാനിടവരല്ലേ. അവനെന്റെ കൂട്ടുകാരനില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കറിയുന്നുണ്ട് ഒരവസ്ഥ വരല്ലേ. അളല്ലോ നീ അല്ലാഹു
ഇത്ര മജിലിസിൽ നിന്ന് ഞാൻ നന്നാവണമെന്ന് തീരുമാനിച്ചതാ പടച്ചവര്. പക്ഷെ എന്റെ കൂട്ടുകാരൻ സമ്മതിച്ചില്ല, എന്റെ കൂട്ടുകാരൻ സമ്മതിച്ചില്ല. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ കേരളമാണ്, ഏത് രാഷ്ട്രീയത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രവർത്തിക്കാം. പക്ഷെ എന്റെ സഹോദര, കണ്ടുപിടിക്കാൻ നിർബന്ധിക്കുന്ന രാഷ്ട്രീയം നിനക്ക് വേണോ എന്ന് ചിന്തിക്കുക, കണ്ടുപിടിക്കാൻ നിർബന്ധിക്കുന്ന സംഘടന നിനക്ക് വേണമോ എന്ന് ചിന്തിക്കുക. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോ, ഒരു ഗാനമേളയ്ക്ക് 10 പേരെ കൊണ്ടുവന്ന് പാട്ട് നടത്തുമ്പോ ആ 10 പേർക്ക് കണ്ണുകുത്തി എടുത്തു കൊടുക്കാൻ വിധിക്കപ്പെട്ട മുസ്ലിം നാമധാരികളാണ് ചെറുപ്പക്കാരാ. പൊന്നുപോരെ, അത് വല്ലാത്ത സങ്കടമാണടാ. അള്ളാന്റെ ഹൗദുൽ കൗസറുണ്ട്, മുത്തറസൂലിന്റെ മുഖം കാണണ്ട്, പിന്നാറ് നബിതങ്ങളുടെ മുഖം കിട്ടണ്ട്. അതുകൊണ്ട് നല്ല കൂട്ടുകാരനെ എടുത്ത് ഇനി ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും ഉസ്താദ് എനിക്ക് നല്ല കൂട്ടുകാരനില്ല, ഞാൻ കണ്ടുപിടിക്കുന്നവന്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നത്, പക്ഷെ ഞാൻ കുടിക്കൂല ഉസ്താദ്, ഞാൻ കുടിക്കൂല ഉസ്താദ് എന്ന് പറയുന്നവര് നിങ്ങളുടെ മനസ്സ് വെക്കുന്ന ഒരു ഹദീസ് അല്ലാഹുവിന്റെ റസൂലുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുകയാണ്, മൻ ജലസ മൻ ജാലസഹു, കള്ളുകുടിയുടെ കൂടെ ആരെങ്കിലും പോയി ഇരുന്നാൽ, അവന്റെ കൂടെ ആരെങ്കിലും സഹകരിച്ചാൽ, കള്ളുകുടിയനോടൊപ്പം ആരെങ്കിലും യാത്ര ചെയ്താൽ, ഹശറഹു യൗമൽ ഖിയാമത്തി അഅ്മാ, ഖിയാമത്ത് നാളിൽ അന്ധനായിട്ടവനെ അല്ലാഹു കൊണ്ടുവരുന്നതാ. കള്ളുകുടിയനെ കിട്ടിപ്പോയ ഭാര്യമാര് ഭർത്താവിനോടൊപ്പമല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? കരയുക നിങ്ങളെ, പൊട്ടിക്കറന്നുകൊണ്ട് ദ്വാരക്കുക. കള്ളുകുടിയനാറ് ഭർത്താവിൽ നിന്നൊന്ന് രക്ഷപ്പെടാ. ആ ഭർത്താവിന്റെ ദുർഗുണമൊന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി അള്ളാനോട് ദുആ ചെയ്യണം നിങ്ങള്. എന്റെ മഞ്ഞമലയിൽ എന്റെ ഉമ്മയുടെ സഹോദരങ്ങൾ താമസിച്ചിരുന്ന നാടാണ് മഞ്ഞമല, എന്റെ ഉമ്മയുടെ നാടാണ് വേങ്ങോട്. എന്റെ ഉമ്മമാരെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഉമ്മ, എന്റെ പെങ്ങളെ പോലെ കാണുന്ന മഞ്ഞമലയിലെ പെങ്ങള് ഒരു 6 വർഷത്തെ പാലോട് മുസ്ലിം ജമാഅത്തിന്റെ ജോലി കൊണ്ട് അൽഹംദുലില്ലാഹ് വേങ്ങോടും കൊയ്യയിലും 16 ബാബറമ്പലവും പോത്തങ്കോടുമുള്ള എത്രയോ ഉമ്മമാര്, എത്രയോ കുടുംബക്കാര്, എത്രയോ ചെറുപ്പക്കാര് ഇന്നും എന്റെ പടവുമുഖത്തിനകത്ത് ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളിൽ പലരും പറയുന്നുണ്ടല്ലോ, ഉസ്താദിനെന്ന വലിയ പേരും പെരുമയും വലിയ പള്ളിയൊക്കെ ആയിപ്പോയപ്പോ നിങ്ങളെ മറന്നുപോയി ഉസ്താദിന് അഹങ്കാരമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്റെ ചെറുപ്പക്കാരാ, അഹങ്കാരം കൊണ്ടല്ല, സമയമില്ലാത്തത് കൊണ്ടാ പൊന്നുമോന്, സമയമില്ലാത്തത് കൊണ്ടാ ചെറുപ്പക്കാരാ. ഇന്ന് പ്രവാസനം കിടന്ന് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് രാവിലെ 8 മണിക്ക് വള്ളക്കടവ് പള്ളികളിലേക്ക് പോയിട്ട് കിടന്ന് വനിതാ ക്ലാസ് കിടന്ന് വൈകുന്നേരത്തെ പരിപാടികൾ മുഴുവനും കിടന്നിട്ട് ഈ ക്ലാസ്സിൽ വന്ന് ഇതും കിടന്നിട്ട് വീട്ടിലേക്ക് പോയി നാളെ സുബഹി കിടന്ന് അവിടെ നടത്ത പരിപാടിക്ക് വേണ്ടി ഒരാഴ്ചത്തേക്ക് യാത്ര ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിങ്ങളോട് സ്നേഹക്കുറവുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാണ്. വേറെ എവിടെ പോയി പ്രസംഗിച്ചാലും എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ദ്വാരക്കുന്നില്ലേ. എന്റെ പൊന്നുമോര് കറിയിൽ നിന്ന് രക്ഷപ്പെടണം മോര്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരിക്കലും നിന്നെ ഓർത്തുകൊണ്ട് വീട്ടിന്റെ അകത്ത് നിന്ന് പൊട്ടിക്കരയാൻ പാടില്ല.